Hi friends, I am Nitin and welcome back to our channel. aesthetictechspiritofficial മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവുപോലെ തന്നെ ഇന്നും വളരെയധികം വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയ വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ എന്തായാലും ഒരു ഫ്രീ ആയിട്ടൊരു ഹെൽമെറ്റ് കിട്ടും. ചിലപ്പോൾ ആ ഹെൽമെറ്റിന് ISI മാർക്കൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് നമ്മളൊന്ന് ചുരണ്ടി കഴിഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ. ആ തരത്തിലുള്ള ഹെൽമെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഹെൽമെറ്റ് നമ്മൾ എന്താണ് ചെയ്യുക? കുറെ നാൾ വച്ചുകൊണ്ട് നടക്കും. അതിനുശേഷം അതിന്റെ വൈസറും അതുപോലെ തന്നെ അത് കേടാകുമ്പോൾ നമ്മൾ പുതിയ ഹെൽമെറ്റ് വാങ്ങുകയും ഈ ഒരു പഴയ ഹെൽമെറ്റ് നമ്മൾ വീട്ടിലേക്ക് എവിടെയെങ്കിലും ഇടുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽമെറ്റ് എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ വിചാരിച്ചു ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് എടുക്കാമെന്ന്. അങ്ങനെ ആലോചിച്ചപ്പോ എനിക്കൊരു കിട്ടിയ ഒരു ഐഡിയ ആണ്, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഹാങ്ങിങ് ഫ്ലവർ പോട്ട് ഉണ്ടാക്കിക്കൂടാ. അപ്പോൾ ഞാൻ ഈ ഒരു ഹെൽമെറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലവർ പോട്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അപ്പൊ വെറും ഒരു ഹെൽമെറ്റും അതുപോലെ തന്നെ കുറച്ച് കയറും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു ഹാങ്ങിങ് ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എന്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു ഹെൽമെറ്റ് ആണ്. നമുക്ക് ഈ ഹെൽമെറ്റിന്റെ ആവശ്യമില്ല, ഈ ഹെൽമെറ്റിന്റെ അകത്തുള്ള തെർമോക്കോളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ആ തെർമോക്കോൾ എടുക്കാം. അപ്പോൾ നമ്മുടെ തെർമോക്കോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തെർമോക്കോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹാങ്ങിങ് ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കയറാണ്. നമ്മൾ പ്ലാസ്റ്റിക് കയർ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള കയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കയർ ഞാൻ എടുക്കാൻ കാരണം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ കയർ ഉപയോഗിച്ച് ഈ തെർമോക്കോൾ ഒന്ന് ചുറ്റിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ ഈ ഒരു കയർ ഈ ഒരു തെർമോക്കോളിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ഗ്ലൂ, ഫ്ലെക്സ് ക്യൂക്ക് തുടങ്ങിയ പെട്ടെന്നൊട്ടുന്ന പശകളൊന്നും ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിനു പകരം നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഉപയോഗിച്ച് ഈ ഒരു കയർ തെർമോക്കോളിൽ നന്നായി ചുറ്റിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ചെറിയ പീസ് കയർ എടുക്കുന്നുണ്ട്. ഈ ഒരു കയർ നമ്മുടെ ഈ ഒരു ഫ്ലവർ പോട്ട് ഹാങ് ചെയ്യാൻ ആവശ്യമായതാണ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഈ 2 കയറുകളും ഏതെങ്കിലും ഒരു കെട്ടുകമ്പി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളുണ്ടാക്കിയ ഈ ഒരു ഫ്ലവർ പോട്ടിൽ നമ്മൾ 4 ഹോളുകൾ ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു കയറ് ഇതിലൊന്ന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. ഇപ്പോൾ കെട്ടിയതുപോലെ തന്നെ ബാക്കിയുള്ള 4 വശങ്ങൾ നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കെട്ടുന്ന ഈ ഒരു കെട്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടുകമ്പി ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ പോട്ടിൽ നമുക്ക് കുറച്ച് മണ്ണ് നിറച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ ഇവിടെ നടാം. ഞാനിവിടെ മണി പ്ലാന്റ് ആണ് നടുന്നത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എത്ര ഭംഗിയാണല്ലേ ആ ഒരു ഹാങ്ങിങ് ഫ്ലവർ പോട്ട് കാണാൻ. ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമന്റും സജഷൻസും എല്ലാം എന്നെ അറിയിക്കുക. ഇതുപോലെ ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ നിതിൻ സൈനിങ് ഔട്ട്.